ഒരുപാട് വീടുകൾ വീടുകൾ അല്ലേ കൊടുക്കാൻ പറ്റും. എല്ലാ വാർഡിൽ തന്നെ 18 പേർക്ക് വീട് കൊടുക്കാൻ പറ്റി. ഇനി വരുന്നത് അവർക്ക് സ്ഥലവും വീടും പിന്നെ സ്ഥലമില്ലാത്ത സ്ഥലം വീടും സ്ഥലമുള്ളവർക്കുള്ളതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അനിലഞ്ചാണ്ടി എന്ന് പറയുന്ന ആദരണീയനായ ഒരു മനുഷ്യൻ, ഇതുപോലൊരു ആളുകൾക്ക് മാതൃക ആക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മറ്റൊന്നും ആകത്തില്ല, അടുത്ത പ്രാവശ്യം നിയമസഭയെ മത്സരിക്കാനോ അടുത്ത പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് മത്സരിക്കാനോ ഒന്നും ആഗ്രഹമുള്ളൊരു മനുഷ്യനുമില്ല. അത്തരം ഉദ്ദേശത്തില്ല. 4 സെന്റ് വെച്ചിട്ട് 5 SC കുടുംബങ്ങൾക്ക് 4 സെന്റ് വെച്ചിട്ട് അദ്ദേഹത്തിന് സ്വന്തം സ്ഥലം കിട്ടുന്നത് 2.5 ലക്ഷം രൂപ ഒരു സെന്റിന് വരുന്ന സ്ഥലമാണ്. എല്ലാം ഇതിന് പ്രമാണം. എത്ര മഹത്തായ ഒരു സന്ദേശമാണ് ഈ നാടിനെ കൊടുക്കുന്നത്. മനസ്സോട് മണ്ണ് എന്ന് പറയുന്നത് അതാണ്. ഇങ്ങേയറ്റത്തെ മനസ്സോടുകൂടി കൊടുത്തു. ആ കൊടുത്തിട്ട് ഞാനിങ്ങനെ ഈ പരിപാടി അറിയില്ല, ഇന്നലെ പ്രമാണം കൊടുക്കുന്നതെന്ന് കാര്യമാണ്. ഞാൻ രാത്രിയിൽ അനിലിനെ വിളിച്ചിട്ട് അഭിവാദ്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് പഠിക്കാൻ എന്തെങ്കിലും പൈസ കുറവുണ്ടെങ്കിൽ അതുകൊണ്ട് കഴിയുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളെ പറ്റുന്ന കാര്യമില്ല, ഒരാളെ കൊണ്ട് പോലും പറ്റാത്ത കാര്യം. എന്നാൽ ഇനി നാട്ടിൽ പുറത്ത് ആളുകളെ കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനൊരു പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇന്നിവിടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. വികസന സെമിനാറിന്റെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സ്വാഗതം പറയുന്നതിന് നമ്മുടെ പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ശാന്തമ്മ വീർപ്പൂത്തിനെ ആദരവോടുന്നു. കടന്നു വരുന്ന എല്ലാ ബഹുമാനെയും ഒറ്റവാചകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓടിക്കൊണ്ടിരിക്കുകയില്ലാന്നാണ്. നമുക്ക് ആള് കുറഞ്ഞു പോയി, അത് ശരിയാണ്. നമ്മൾ 100 പേരെ എങ്കിലുമാണ് നമ്മൾ 2000 അറിയിക്കും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ആൾക്കാരുടെ ഒരു കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ വരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കൂടെ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ആശംസയും നമ്മൾ നേരുന്നു. നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു വർഷത്തെ പദ്ധതിയിലേക്കാണ് നമ്മളോട് അനുബന്ധത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസയും നേർന്നുകൊണ്ട് ഈ വികസന സെമിനാർ നല്ലൊരു രീതിയിൽ ഇപ്പോൾ ഇത്രയും നല്ല രീതിയിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാർത്ത നടത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ പട്ടം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലഞ്ചാണ്ടിയെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഇങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് നമ്മുടെ ഭരണസമിതിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരും ജനങ്ങളും എല്ലാവരും ചേർന്ന് നല്ലൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് ഈ വികസന സെമിനാറിൻ്റെ നല്ല നിർദ്ദേശങ്ങളും നല്ല ചർച്ചകളും ഉണ്ടാകട്ടെ. ഈ വികസന സെമിനാറിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ വികസന സെമിനാറിൻ്റെ നല്ല ചർച്ചകളും നിർദ്ദേശങ്ങളും ഉണ്ടായി ഒരു നല്ല പുതുപ്പള്ളി കെട്ടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും ഈ കണ്ടുപദ്ധതിയിലാണ് അവതരിപ്പിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തമ്മ തോമസിനെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുറമേയാണ് ഉദ്ഘാടനം ചെയ്ത വകുപ്പുകൾ അനുസരിച്ചാണ് വിശിഷ്ട സദസ്സിൽ 2025
2025-26 സാമ്പത്തിക വർഷം നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്ത് വികസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് 2 വർഷം ചുമതല കിട്ടുന്നുണ്ട്. ആദ്യമേ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് പോയി, അതിനുശേഷം അതിൻ്റെ എല്ലാം ഇതുകൊണ്ട് ഗ്രാമസഭകളിൽ 18 വാർഡിലെ ഗ്രാമസഭകളിൽ അതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് കരട് പദ്ധതിയാണ് ഇത് മുഴുവൻ വായിച്ചാൽ ഇന്നത്തെ വികസന സംഘാടനം 5 മണിയായിരുന്നു നമുക്ക് കേൾപ്പില്ല. മുഴുവൻ വായിക്കണമെന്ന് വായിക്കാം, അല്ലെങ്കിൽ ചുരുക്കമായ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പാണ്, നിങ്ങൾക്ക് വായിച്ചത് എപ്പോഴാണെങ്കിലും. അല്ലെങ്കിൽ നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തിൽ ആകെ 8,36,57,300 രൂപയുടെ പദ്ധതികളാണ് നമ്മൾ ഇവിടെ പഞ്ചായത്തിൽ ചെയ്യാൻ മേടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉത്പാദന മേഖലയിൽ 1,16,90,500 രൂപയാണ് ഉത്പാദന മേഖല. ഉത്പാദന മേഖല എന്ന് പറയുമ്പോൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾ വഴി പുതുപ്പള്ളി പഞ്ചായത്തിലെ കൃഷി സംബന്ധം, അതുപോലെ തന്നെ മൃഗസംരക്ഷണം എല്ലാം ഉത്പാദന മേഖലയിൽ വരുന്നത്. അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് അത്. കാരണം സേവന മേഖലയിൽ 4,27,800 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. സേവന മേഖല എന്ന് പറയുമ്പോൾ സേവനങ്ങൾ ചെയ്യാൻ വീട് മെയിൻ്റെനൻസ് തൊട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണ്ട കാര്യങ്ങളാണ് സേവന മേഖലയിൽ ചെയ്യുന്നത്. പശ്ചാത്തല മേഖലയിൽ 2,77,40,000 രൂപയാണ് പശ്ചാത്തല മേഖലയാണ് വഴിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആകെ 8,36,57,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇന്ന് ഈ പദ്ധതി വായിക്കണമെന്ന് വായിക്കാം, ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല നിർദ്ദേശവും നല്ല അഭിപ്രായവും നിങ്ങൾക്ക് ഇനി പറയാം. അത് ക്രോഡീകരിച്ച് ചെയ്താൽ നമ്മൾ ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്നത്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഭരണസമിതിയുടെ അവസാനത്തെ വികസന സമ്മേളനം പറഞ്ഞാൽ നമ്മളെല്ലാം എഴുതി തിട്ടപ്പെടുത്തി അംഗീകാരം വാങ്ങിക്കാൻ ശേഷം ഭരണസമിതി ചെയ്യും. അടുത്ത ഭരണസമിതി വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ നല്ല നിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകണം. എനിക്ക് പിന്നെ വേറെ ഒരു സന്തോഷവാർത്ത പറയാനുള്ളത്, ഇതിൻ്റെ ബ്ലോക്കിലെ ഗ്രാമസഭയായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിൽ 5 പേർക്ക് ലൈഫ് പദ്ധതി പ്രകാരം എസ്റ്റികൾ വീട് കൊടുക്കുന്നതിന് ആധാരം കൊടുത്തു. ആധാരം കൊടുക്കുക, ആ വസ്തു കൊടുത്താലും നമ്മുടെ ബഹുമാനപ്പെട്ട അനിലംചാണ്ടി 20 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെയാണ് അതിൻ്റെ ആധാരം 5 പേർക്ക് ബ്ലോക്ക് വെച്ച് കൈമാറി. അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ 5 പേർക്ക് കൂടെ ലൈഫ് പദ്ധതി നമ്മൾ വീട് കൊടുക്കുന്ന പദ്ധതിയായിട്ട് അതും വരുന്നുണ്ട്. എന്നാൽ ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, 20 സെൻറ്റ് സ്ഥലം ആധാരത്തിന് കൊടുത്ത് കൂടാതെ 8 സെൻറ്റ് സ്ഥലം 8 സെൻറ്റ് പഠിക്കുന്നു, അതും ചെയ്യാതെ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കൊറോണ കാലത്ത് 5 ലക്ഷം രൂപ അരി കൊടുക്കണം. ഇതെല്ലാം എന്നിട്ട് കേരളം ഞാൻ പറയുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നമുക്ക് ഇനി ഇത് ഇവിടെ വെച്ച് കൊടുക്കുക ഈ ആധാരവും ചോദിച്ചു. അങ്ങനെ പറഞ്ഞാൽ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ ഒന്നും ഇടപെട്ടില്ല. ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞനുസരിച്ച് തീരുമാനിച്ചാൽ വേറെ എവിടെയും പത്രത്തിൻ്റെ എവിടെ വെച്ച് കൊടുക്കുന്ന ഫ്രണ്ടിൽ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ്. ഇന്നലെ അങ്ങനെ അയച്ചുകൊണ്ട് ആധാരം കൊടുത്താൽ സന്തോഷം അറിയിക്കും, പ്രത്യേകം നന്ദി അറിയിക്കും. ഈ വികസന സമ്മേളനം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഭിപ്രായം വായിച്ചിട്ട് പറയാം, ഇല്ലെങ്കിൽ ഞാൻ നിർത്തുവാണ്. ആർക്കും അഭിപ്രായങ്ങളൊന്നും പറയാനില്ലല്ലോ. എന്നാൽ ഈ വികസന സമ്മേളനം അഭിപ്രായം വായിച്ചതിന് ശേഷം വായിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണം പറയുന്നതിന് വേണ്ടി നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കൊച്ചുമോൻ വേണ്ടി 2025-26 കാലഘട്ടത്തിലെ പദ്ധതികളാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിലൊക്കെ ഒരു ശാന്തത്തിൽ സൂചിപ്പിച്ചപോലെ ഇതൊക്കെ നിങ്ങളിലേക്ക് കുറച്ചൊക്കെ ഇവർക്ക് പക്ഷേ ഇൻക്വയറി ചെയ്യാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ട് ഇവരെ കരുതലുകയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായി ഇവർക്ക് ഇൻക്വയറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്തിൻ്റെ വികസനത്തിന് വലിയ ആക്കം കൂട്ടുന്ന രീതിയിൽ പഞ്ചായത്ത് ലഭിക്കുന്ന സ്ഥാനങ്ങളോ അല്ലാതെ അല്ലെങ്കിൽ വിവിധ ഫണ്ടുകളല്ലാതെ ബ്ലോക്കിൽ നിന്ന് ആവശ്യമുള്ള ഫണ്ട് ലഭ്യമാകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുണ്ട്, നിയമസഭാ MLA-മാരുടെ ഫണ്ടുകളുണ്ട്, MP-മാരുടെ ഫണ്ടുകളുണ്ട്. ഇവയെല്ലാം കൃത്യമായ തങ്ങളുടെ മണ്ഡലത്തിൽ ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു പഞ്ചായത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാനും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കും. അത്തരം കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ കുറവാണോ, അതിൽ നിന്ന് ബുദ്ധിമുട്ടുകളുണ്ടോ, അവയൊക്കെ നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം ഫണ്ടുകൾ ലഭ്യമാകാനുള്ള ക്രമീകരണങ്ങൾ
പഞ്ചായത്ത് ഭരണസമിതിക്കും അതിനകത്ത് പഞ്ചായത്തിൻ്റെ പ്രത്യേകത പഞ്ചായത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ ഇല്ലാതെ ജയിച്ചു തരുന്ന എല്ലാവരും തന്നെ പഞ്ചായത്തിനെ ഒറ്റ യൂണിറ്റായിട്ട് നമുക്ക് അവരെല്ലാം കൂട്ടായ ഒരു പ്രവർത്തനത്തിൽ ഭാഗമായി നിന്നുകൊണ്ടായിരിക്കണം ആ പഞ്ചായത്തിൻ്റെ വികസനത്തിലാകെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ഇനിയും ഇപ്പം നിലവിലുള്ള ഈ വർഷത്തെയാണെങ്കിലും നിലവിലുള്ള പദ്ധതികളായാലും അവയൊക്കെ പഞ്ചായത്തിന് ആകെ ഗുണകരമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ വികസനത്തിന് ചർച്ചയുണ്ടാവട്ടെ, അതിന് എങ്ങനെ കഴിയട്ടെ, നമുക്ക് ആകെ ഇതിനോടൊപ്പം ഒരുമിച്ചിക്കാൻ കഴിയട്ടെ. ഇതുവരെ ചെയ്ത പ്രവർത്തികളൊക്കെ ശ്ലാഘനീയമാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ പദ്ധതി എത്രയും പെട്ടെന്ന് കാലോചിതമായി നടത്താൻ കഴിയുന്ന രീതിയിൽ ഈ വികസന സെമിനാർ സമാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഈ വികസന സെമിനാർ സമാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ആശംസ അറിയുന്നതിന് വേണ്ടി 14ാം വാർഡ് മെമ്പർ പ്രിയവുമായി ക്ഷണിക്കുന്നു. ഇവിടെ 2025-26 പദ്ധതി രൂപീകരണത്തിൻ്റെ വികസന സെമിനാറാണ് നടക്കുന്നത്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പറഞ്ഞ ഒരു കാര്യം നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി എടുക്കണം. കാരണം ഇന്നത്തെ ഈ വികസന സെമിനാറിന് ജനപങ്കാളിത്തം വളരെയധികം കുറവാണ് എന്നുള്ളത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പൊതുവായിട്ടുള്ള ഒരു വ്യക്തികൾ പോലും ഈ വികസന സെമിനാറിന് വന്നിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഉദ്യോഗസ്ഥരും മെമ്പർമാരും മറ്റുള്ള ജീവനക്കാരും ഒക്കെ മാത്രമേ എത്തിയിട്ടുള്ളൂ. കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭയിൽ നമ്മൾ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി എടുക്കുന്ന ആ ലിസ്റ്റ് പ്രകാരമുള്ള പദ്ധതികൾ നമ്മൾ ഇപ്പം ഫെബ്രുവരി മാർച്ച് 25-നകം നമ്മൾ ഈ പദ്ധതികളെല്ലാം കിട്ടണം. ഇതിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റുന്നത് എന്നാണ് ഈ ജനുവരി അവസാനമാണ് ഈ പദ്ധതികളൊക്കെ നമ്മൾ നടപ്പാക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗ്രാമസഭ കൂടി ലിസ്റ്റ് പാസ്സാക്കി നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും മാസങ്ങൾ ചെയ്യാതിരുന്നത് ഈ അവസാന ഘട്ടങ്ങളിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ഒരു വീട് മെയിൻ്റെനൻസ് കൊടുക്കും. ജനുവരി മാസം അവസാനം ആകുമ്പോൾ കഴിയുമ്പോൾ ഫെബ്രുവരി ആകുമ്പോഴത്തേന് അവർ അവരെവിടുന്നേലും നമ്മൾക്ക് ഒരു 50,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കി രൂപയും കൂടെ അവരുണ്ടാക്കി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരു 6 മാസം ആകുമ്പോഴത്തേക്കിനെങ്കിലും നമ്മൾ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയാൽ മാത്രമേ ജനങ്ങൾക്ക് അതിനകത്തൊരു സന്തോഷമുള്ളൂ. അത് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ മുന്നോട്ടുള്ള ഭരണസമിതികൾ വന്നാൽ പോലും അത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. ഒരു ക്ഷീരകർഷകർ എനിക്ക് ബന്ധമുള്ളത് കൂടുതൽ ക്ഷീരകർഷകരുമായിട്ടാണ്. ക്ഷീരകർഷകർക്കുള്ള കാലിത്തീറ്റ ഉണ്ട്, കാലിത്തീറ്റയുണ്ട്, പാല് ഇൻസെൻറ്റീവ് ഉണ്ടെല്ലാം ഉണ്ട്. ഈ കാലിത്തീറ്റ എല്ലാം കൂടെ ഇപ്പോൾ നമുക്ക് ഒരു 6 ലക്ഷം രൂപയുടെ 8 ലക്ഷം രൂപയുടെ കാലിത്തീറ്റ നമ്മൾ കിട്ടും. ഈ 8 ലക്ഷം രൂപയുടെ കാലിത്തീറ്റ ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് ആകെപ്പാടെ 6 സൊസൈറ്റി കമ്മിറ്റിയുണ്ട് നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിൽ. ഇത് നമ്മൾ ആ ലിസ്റ്റ് ആക്കി കഴിഞ്ഞ് നമ്മളത് പഞ്ചായത്തിൻ്റെ നമ്മുടെ ഗുണഭോക്തൃ ലിസ്റ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മാസത്തിനകം നമ്മൾ ഓരോ മാസം ആ 6 ലക്ഷം രൂപ വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാർച്ച് കൊണ്ട് നമുക്ക് ആ പദ്ധതി തീർക്കാൻ പറ്റും. ഈ 6 ലക്ഷം രൂപയുടെ കാര്യം ഒരുമിച്ച് ഇങ്ങോട്ട് നമ്മൾ എങ്ങനെ കൊണ്ട് കൊടുക്കും? 2 പശു വളർത്തുന്ന ഞാൻ ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് അടുത്ത ഭരണസമിതി വരുമ്പോഴെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ചെയ്യുക. അതിന് നമ്മൾ വേണ്ട മുൻകൈ എടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ താമസം പാസാക്കിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ 2025-26 കാലഘട്ടത്തിലെ ബജറ്റിനകത്തുള്ളത്. അത് നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും പോരായ്മകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഏതെങ്കിലും കൃഷിയായാലും മൃഗഭക്ഷണമായാലും അതേപോലെ തന്നെ നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളായാലും അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീശാക്തീകരണത്തിൽ നമുക്ക് കുടുംബശ്രീക്ക് കൊടുക്കുന്ന ലോണുകളായാലും അവരെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾ അങ്ങനെ ഏതെങ്കിലും പദ്ധതികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ അതിനകത്ത് പോരായ്മകളുടെ അതിൻ്റെ നമ്മുടെ ഉണ്ടാകണം. അതുകൂടാതെ ഈ വർഷത്തെ നമ്മുടെ ഈ വർഷസമിതിയുടെ അവസാനത്തെ വികസന സെമിനാറാണ്. തീർച്ചയായും ഈ വർഷസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ള നമ്മൾ തുടക്കി വെച്ച പദ്ധതികളും പൂർത്തീകരിക്കുന്നതിനുള്ള ഇടപെടൽ നമ്മുടെ ഈ 18 വാഹനങ്ങൾ ജനപ്രതിനിധികൾ സ്വീകരിക്കും. എല്ലാവരുള്ള വിശ്വാസമുള്ള എല്ലാവർക്കും തീർച്ചയായും ആശംസിച്ച ഈ പദ്ധതികളെല്ലാം തന്നെ സമയം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് ആശംസ അറിയിക്കുന്നതിന് 17-ാം വാർഡ് മെമ്പർ
മെയിൻ ആൾക്കാർ വരുന്നത് നമ്മുടെ ഉപഭോക്തൃ ഗ്രാമസഭകൾക്ക് മാത്രമാണ് ആൾക്കാർ വരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും തങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട് തൻ്റെ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ജനങ്ങൾ എത്തുന്നത്. ഈ ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അഭിമാനപരമായ നേട്ടങ്ങൾ കൈവരിച്ചൊരു ഭരണസമിതിയാണ്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മളിപ്പോൾ ഇരുന്ന് ഈ സംസാരിക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. അപ്പം ഞങ്ങളുടെ എന്താ ഈ 18 വാർഡുകളിലും മുൻകാലങ്ങളിൽ ലഭിച്ച ഫണ്ടുകളൊന്നും ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് ലഭിച്ചിട്ടില്ല. അതിന് കാര്യം പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഫണ്ടുകൾ കൂടുതലായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതുപോലെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഹാള്, നമ്മുടെ ബസ് സ്റ്റാൻഡ് നവീകരണം, അതുപോലെ നമ്മുടെ കുട്ടച്ചെറുപ്പടി നെല്ലിക്കപ്പള്ളി റോഡ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വാർഡുകളിലെ സ്ട്രീറ്റ് മെയിൻ്റെ കാര്യങ്ങൾ. അതെല്ലാം പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് നേരിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ആളെ വെച്ച് നേരിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്താണ്. അപ്പോൾ വികസനപരമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് പഞ്ചായത്ത് ഒരു ഭരണസമിതി ഒരു പാർശ്വാലിറ്റി കാണിക്കാതെ 18 മെമ്പർമാർ ഒരുപോലെ കണ്ട് അവർ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യുക, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ആ വികാരം ചെയ്യുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും തരണം. ഇന്നത്തെ കൂടുതൽ നല്ല മികച്ച ചർച്ചകൾ ഇതൊരു കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ നടത്തുന്നു. എങ്കിലും തുടർച്ചയായിട്ടവിടെ ജനങ്ങൾക്കറിയാവുന്ന പ്രയോജനം കിട്ടുന്നു അല്ലെങ്കിൽ അവിടെ കുറവ് വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ട എന്നൊരു സ്ഥിതിയും പിന്നെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന ആൾക്കാർക്ക് ആവശ്യമായ സംവിധാനം അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ആ പഞ്ചായത്ത് ഓഫീസിൽ വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കാനായിട്ട് വേണ്ട ക്രമീകരണങ്ങൾ പഞ്ചായത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണം. പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമാധാനം ആവശ്യമില്ല. അതിന് പറയുന്ന സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റും അതായത് ഭരണസമിതി തീരുമാനം എടുക്കുന്നത് അവിടെ റിക്വസ്റ്റ് കൊടുക്കുക. ഉൾപ്പള്ളി വില്ലേജ് ബാങ്കിൽ ഭരണസമിതിക്ക് റിക്വസ്റ്റ് കൊടുക്കുക. അവരുടെ തീരുമാനം കഴിഞ്ഞാൽ ആ സ്ഥലം ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അവരെ കൊടുത്ത അനുഭവം കാരണം കിടന്നൂർ സർവീസിലാണ്. കിടന്നൂര് എഞ്ചിനീയറിംഗ് കോളേജിൽ 25 ഏക്കർ സ്ഥലം വാങ്ങിക്കൊടുത്തത് കിടന്നൂർ സർവീസാണ്. ഡിപ്പാർട്ട്മെന്റ് ഒരു സാക്ഷൻ മാത്രമാണ് ഈ സാധന ഡിപ്പാർട്ട്മെന്റ്. സാക്ഷൻ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും. അവിടെ വെറുതെ സ്ഥലത്ത് ആൾക്കാർ വാഴ വെച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥലത്ത് നമ്മുടെ ആശുപത്രി പണിത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കയ്യപ്പാടിയിൽ നിന്ന് കൊച്ചുപുരത്തേക്ക് ഉള്ള വഴി അത് വീടുകൂടി പഞ്ചായത്ത് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഇടപെട്ടതിന്റെ ഭാഗമായി ഇപ്പോൾ പുനരുദ്ധാരണം നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാം വിഷമിച്ചൊരു കാര്യം ആ പുനരുദ്ധാരണം നടത്തുന്നുണ്ട്. അതിന്റെ ഇടപെട്ട പഞ്ചായത്ത് ഞാൻ നന്ദി അറിയിക്കുകയും എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് ലൈസൻസ് പേപ്പറിലുള്ള നിലവിലില്ല. പിന്നെ നായകളെ വളർത്താൻ വേണ്ടി ലൈസൻസ് ഏർപ്പെടുത്തുക. അതിന് നിശ്ചിത ഫീസിൻ്റെ പിന്നെ അടച്ചാൽ മാത്രം ഇതിന് പറഞ്ഞുകൊണ്ട് നടത്താൻ ഒരു പദ്ധതി രൂപയിലേക്ക് പഞ്ചായത്തിന് വരുമാനമാണ് പട്ടയ ഷെഡ്യൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പട്ടിക വളർത്താൻ കഴിയുന്നത് അവരെ കോമ്പൗണ്ടിൽ തന്നെ ഒതുങ്ങി നിർത്തി പട്ടിക വളർത്താൻ ശ്രദ്ധിക്കാനാണ്. പലപ്പോഴും നമ്മൾ വഴി പട്ടിക കാണുന്നുണ്ട്. ഏതെങ്കിലും ഭവനത്തിലെ നായികളാണ്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ്. പിന്നെ അതുപോലെ ഈ മാലിന്യ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഈ ബയോഗ്യാസ് പ്ലാന്റ് മുമ്പൊരിക്കൽ നമ്മുടെ ശിവരാജ മെമ്പർ ആയിരുന്ന സമയത്ത് 2010-15 നമ്മുടെ പദ്ധതി ഇവിടെ നടപ്പാക്കിയാണ്. അപ്പോൾ ആ പദ്ധതി ഇവിടെ ഇതിൻ്റെ ഉൾപ്പെടുത്തിയ
8 കുടുംബങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്ത്, ഞാൻ ഉൾപ്പെടെ ആ 8 കുടുംബങ്ങൾ കഴിഞ്ഞ ഡിസംബർ മാസം 2024 ഡിസംബർ മാസം 1-ാം തീയതി മുട്ടറ്റം വെള്ളം വീട്ടിനകത്ത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയെന്ന് നമ്മുടെ വാർഡ് മെമ്പർ വിളിച്ചു ചോദിച്ചു, അന്വേഷിച്ചു ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അതിനെക്കുറിച്ച് അതിന് തലേ വർഷം 2023 ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിരുന്നു, അതുപോലെ എക്സിക്യൂട്ടീവ് PWD കൊടുത്തിരുന്നു, MLA കൊടുത്തു. MLA അത് PWD ഒരു നടപടി ഉണ്ടായില്ല. അത് അതിന്റെ ഫലം അനുസരിച്ച് ഞങ്ങൾ 8 കുടുംബങ്ങൾ. ഇനി ഞാനൊരു ക്രിസ്ത്യ വിശ്വാസി ആയതുകൊണ്ട് ജീവന് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ ആത്മഹത്യാ ഭീഷണിയിൽ ഞാൻ കൊടുക്കുന്നു. ഇനി അത് ഒന്നാമത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഞാൻ എല്ലാവരും ചിലപ്പോൾ കണ്ടു വീട്ടുകാരെ ചെയ്യുന്നില്ല. പഞ്ചായത്ത് ഓഫീസ് വന്ന് ഇത് ചെയ്യേണ്ടി വരും. വന്നെങ്കിൽ അതിന് അന്നേരം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഇതുവരെ 50-55 വർഷമായി ഞങ്ങളുടെ താമസിക്കുന്നു. വെള്ളം കയറിയിട്ട് ഇത്ര വർഷമായിട്ട് 2018 മഹാമാരി വെള്ളം കയറിയിട്ട് അതിനേക്കാൾ കൂടുതൽ മുട്ടറ്റം വെള്ളം കയറി ഞങ്ങളുടെ വീട്. എൻ്റെ വീട്ടില് 92 വയസ്സുള്ള എൻ്റെ അമ്മയുണ്ട്. രണ്ടാമത്തെ നില വെള്ളമുള്ളത് കൊണ്ട് അമ്മക്ക് മരിച്ചു. പട്ടിയൊക്കെ കോഴികൾ 5-10 കോഴികൾ ചത്തുപോയി. ഇതിനെല്ലാം മോളി കയറ്റി കുറേയൊക്കെ നിമിഷ നേരം കൊണ്ടാവുന്നു, എല്ലാവരും അറിയാം. പക്ഷേ വീട് എന്താ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മതിലിടിച്ച് വീടും വീട് ഇതെല്ലാം അവിടെ പത്രത്തിൽ വന്നു. ഞാൻ പത്രത്തിൽ കൊടുക്കാനൊന്നും പോയില്ല, അറിഞ്ഞ് മനസ്സിലാക്കി നോക്കട്ടെ. പക്ഷെ രാവിലെ ഞാൻ കണ്ടാറില്ല. പക്ഷേ ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ കൊണ്ടായി നമ്മളിതുകൊണ്ട് കയറാം. തൊട്ടടുത്ത് കുളങ്ങിയിലേക്ക് കയറ്റി നമ്മുടെ റിട്ടയർ ചെയ്ത 2 ആളുകളാണ്. ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അവർക്ക് മേലാതിരിക്കും, പുള്ളിക്കാരന് വയ്യ. ഇവര് ഓരോ വെള്ളം ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാകുന്നത് വേറെ ഒരിടത്തില്ല. പുതുപ്പള്ളി പഞ്ചായത്തിലില്ല. ഓരോ മഴ പെയ്യുമ്പോഴും അവരുടെ മുറ്റത്ത് ഒരാൾക്ക് വെള്ളം ഇതിനേക്കാളാണ് അവിടെ വെള്ളം കയറിയിട്ട് ഇവർ നേരെ കോട്ടയത്ത് പോയി ലോഡ്ജിൽ താമസിക്കും. യോനാ പ്രവാചകൻ ബൈബിളിൽ അറിയണ്ടല്ലോ, നമ്മുടെ പെട്ടെന്ന് ആ എന്നോട് വിളിച്ചു പോയി അവിടെ വെള്ളം അറിയാം എനിക്ക് വരട്ടെ. ഇതാ സ്ഥിതി. അതുപോലെ തൊട്ടപ്പുറത്ത് രാജൻ താമസിക്കുന്നുണ്ട്, കുഞ്ഞൂട്ടി താമസിക്കുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യം മാളിയിലെ വീട് വരെ വെള്ളം പോയി. ഞങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ വെള്ളം ഒരു നടപടിയും ഉണ്ടായില്ല. ഞാൻ എന്റെ റീസൺസ് പറഞ്ഞിരുന്നു. റീസൺ വെറുതെ പരാതി കൊടുത്താൽ പരിഹാര മാർഗം കൂടെ കൊടുത്താണ് ഇതിനകത്തെല്ലാം കൊടുത്തത്. ഇതിനകത്തെല്ലാം പരാതി എന്തെങ്കിലും പിന്നെല്ലാം കോപ്പി. ഒന്നാമത് നിങ്ങൾക്കെല്ലാം അറിയാം, തറയിൽ ഭാഗത്തിൽ 3 കള്ളികളുണ്ടായിരുന്നു. വെള്ളം പോകാൻ പെട്ടെന്ന് ഇറങ്ങി പോകുമായിരുന്നു. നമുക്കറിയാം ഈ ഇടുക്കി ഡാം തുറന്നു വിടുമ്പോഴും പെട്ടെന്ന് വെള്ളം ഉയരണമെങ്കിൽ 4 ഷട്ടറുകൾ ലഭിച്ച് തുറന്നു വിടണം, ജാഗ്രത പ്രകടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതും അതുപോലെ 3 എണ്ണം ഉണ്ടായിരുന്നു, 3 കള്ളികൾ ഉണ്ടായിരുന്നു. റോഡ് വികസനം വന്നപ്പോൾ അന്നത്തെ കോൺട്രാക്ടർ, ഞാനാരും കുറ്റം പറയില്ല, അവർ നോക്കിയപ്പോൾ ഒറ്റ സ്ലാബിൽ ഒറ്റ കള്ളിയേ ഉള്ളൂ. അപ്പുറത്തോട് നമ്മള് പഞ്ചായത്തിന് നമ്മുടെ ആളുകൾ അവിടെ ആളുകൾക്ക് വഴിയുടെ സൗകര്യം ചെയ്ത് അപ്പുറത്തോട്ട് അത് വഴി കൊടുത്തോട്ടെ. പക്ഷെ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇത് ഇത്രയും ഭാഗത്തെ വെള്ളം അവിടെ തിങ്ങിയിട്ട് അത് അങ്ങ് വരെ ഞാറാട്ടയാറ് വരെ വെള്ളം ആ ഒറ്റ മഴയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പാലം പൊളിച്ചു പണിത് 2 അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാകും. പൊളിച്ചു പണിയുമ്പോൾ വീടിട്ട് നല്ലൊരു റോഡ് പൊളിച്ചു പണിയാൻ പാലം പൊളിച്ചു പണിയുന്നത് വളരെ ആലോചിച്ച് വേണമായിരിക്കും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതിനുള്ള വേറെ കലിക്ക് അപ്പുറത്തുണ്ടാവുക നമുക്ക് പോകാൻ. അതൊന്ന്. രണ്ടാമത്തെ സംഗതി, ഈ ഞങ്ങളാരും മണൽ മാഫിയാക്കാരല്ല. ഞാൻ ഇതുള്ളവർ ആ മണൽ ഈ പറയുന്ന തറയോട് ഈ പറഞ്ഞ സ്ഥലം അവിടെ വരെ ഒരു ചെറിയ വലിയ പൈസ നമ്മൾ വേണ്ട. നമ്മൾ ഈ കളിക്കാൻ കൊടുക്കുന്ന സാധനമാണ്. അത്ര ജസ്തി വെച്ചിട്ടാണ് കൂട്ടിക്കൂടെ ആ കൂട്ടിക്കൂടെ ഇപ്പൊ നമ്മൾ നല്ല സമയം. അടുത്ത ജൂണിൽ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും വെള്ളത്തിൽ കിടന്നു. ഇത് മുന്നേ പറയാം. അന്നേരം അവിടെ കുറെ അനുശോചനം പറഞ്ഞിട്ടൊന്നും കാര്യം.
ഇപ്പോഴുള്ള വർഷം നിങ്ങൾ വരട്ടെ. ഈ ഒരു വർഷം ഏറ്റവും അത്യാവശ്യമായിട്ട് ഞങ്ങളെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടാവും. പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ക്രിസ്ത്യ വിശ്വാസികളായതുകൊണ്ട് അത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ചെയ്യാതിരിക്കട്ടെ. കാരണം ഇതുപോലെ ജീവൻ സ്വത്തിന് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് നമ്മുടെ സർക്കാരിനെ പിന്നെ പറയുക ചെയ്യണം ചെയ്തു അപേക്ഷ കൊടുക്കാനല്ല ആ ഉടനെ കക്കുമുട്ടി പടി വരെ ഉള്ള ഭാഗം എങ്കിലും ഇനി വേണ്ട ഉച്ചയ്ക്കപ്പടി വരെ എങ്കിലും ഈ പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി തറക്കോടും എല്ലാം കിടക്കും. മണ്ണ് വർഷങ്ങളായിട്ട് ഒരിട്ടില്ല. അത് ആഴം കൂട്ടണം. ആഴം കൂട്ടി ഇത് മണ്ണ് വാരി സൈഡിലോട്ട് ഇട്ടേക്ക. ആരും കൊണ്ടുപോകണ്ട, അവിടെ പൊങ്ങട്ടെ, സൈഡിൽ പൊങ്ങട്ടെ. ഇപ്പൊ ഞാനിടയ്ക്ക് എന്റെ ഭാഗം മണ്ണ് പോയി വരും. പിന്നെ അത് വേറെ ഒരു പരാതി വിചാരിച്ച് ഇവിടെ അവിടെ തന്നെ വിടുക. ആരും കൊണ്ടുപോകുന്നില്ല. ഇത് ഇത് ചെയ്യാം. അല്ലെങ്കിൽ പഞ്ചായത്തിനടുത്ത് അത് നേരെ വെച്ചോ. ഇത് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ എന്തിനാണ് നിങ്ങൾ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു പോകും. ചോദിക്കുന്നില്ല. കാരണം അറിയാം എല്ലാ സ്നേഹത്തോടുകൂടി തന്നെയാണ്. പക്ഷെ വളരെ സങ്കടം. ഇതിലൊരു പരിഹാരമാണ്. അത് ഈ പറയുന്ന ഈ മാർച്ച് മുമ്പ് ഇത് ചെയ്യാനുള്ളതേ ഉള്ളൂ. പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ബാലൻസുകാർ പൈസ അല്ലെങ്കിൽ ഇത് എല്ലാവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല. ദിവസം ഒത്തിരി കാര്യങ്ങൾ നടക്കണം. എല്ലാം ഭംഗിയുണ്ടാണ്. പറഞ്ഞായിരിക്കും അത് മനസ്സിലാവും. പക്ഷെ ഈ 5-8 കുടുംബങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രേഖാപ്രകാരം കൊടുത്തിട്ടുണ്ട്. ഒന്നും അറിയിട്ടില്ല. വാർഡിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വാർഡ് സഭയിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഏറ്റവും അടിയന്തരമാണ് തോന്നുന്നത് എങ്കിൽ എന്ന് എല്ലാവരും തോന്നുമെങ്കിൽ മാത്രമല്ല ഇത് നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവും. നമ്മുടെ തോടുകള് ശുചീകരണ ആളുകൾ ഭംഗിയായിട്ട് ചെയ്യണം. 50 രൂപ കൊടുത്താൽ എല്ലാ സന്തോഷത്തോടും തന്നെ കൊടുക്കുന്നത് ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ അവർ വന്നാല് അല്ലെങ്കിൽ തൊഴിലുറപ്പുകാർ വന്നാല് അവർ സ്ത്രീകളാണ്. അവർക്ക് ചെയ്യാനായിട്ട് പരിചയമുണ്ട്. എല്ലാ വർഷവും ക്ലിയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ചപ്പും ഒരു മാറ്റും. അതേപോലെ നടക്കുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. ഒരു JCB ചെറിയൊരു കൊണ്ട് അത് അങ്ങേറ്റം വരെ ഒന്ന് മാന്തിയെടുത്ത് മണ്ണ് വേണ്ട, മണ്ണല്ലെങ്കിൽ പഞ്ചായത്ത് വിളിച്ച് പൈസ എടുക്കൂ. ആ പൈസ കൊണ്ടെങ്കിലും അത് നടപ്പാകട്ടെ. വലിയ ഇതും പറയുന്നില്ല. തറയത്തിൽ പാലം പണിത് ഒപ്പത്തോട് വലിയ പെട്ടെന്നുള്ള അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന് കാലാവസ്ഥ എടുക്കും. ഞങ്ങളെ രക്ഷിക്കണം. അത് വളരെ താഴ്മയായിട്ട് വളരെ വിനീതമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ കാര്യം വളരെ അർജന്റായിട്ട് വികസന സമിതിയുടെ മറ്റു വികസനങ്ങളുണ്ട്. ഇതൊരു വികസനം തന്നെയാണ്. സംരക്ഷണം തരേണ്ട കാര്യമാണ്. അത് ഈ വർഷത്തെ ഇതിനകത്ത് തന്നെ പെടുത്തി ഈ ഒരു വർഷം ഈ കാര്യം ചെയ്യണമെന്ന് വിനീതമായിട്ട് എല്ലാ മെമ്പേഴ്സിനോടും എല്ലാ പ്രസിഡന്റിനോട് പ്രത്യേകം വരാതിരുന്ന വൈസ് പ്രസിഡന്റ് അതുപോലെ ഇത് ഈ വിഷയം നമ്മുടെ കേന്ദ്രതലത്തിൽ മന്ത്രിമാരെ നേരിട്ട് വന്ന് പാമ്പാടിയിലെ മീറ്റിംഗ് വന്നില്ല, ജനസമ്പർക്ക പരിപാടിയില്ല, അവിടെയും കൊടുത്തതാ. അനക്കമില്ല. ഇനി ഞങ്ങൾ ആത്മഹത്യ ചെയ്യണോ? വേണ്ടെങ്കിൽ പറ. ചെയ്യത്തില്ല. വിശ്വാസത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിലായതുകൊണ്ട് ജീവനെ നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സംഘടന പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. വെറുതെ നാളെ ഞാൻ കണ്ടില്ല ഇല്ലെങ്കിൽ. കാരണം എന്റെ അമ്മയെ 92 വയസ്സ് മേലാത്ത കൊണ്ടുപോയി ഒരു പ്രാവശ്യം കർഷകരെ എടുത്തുകൊണ്ടുപോയി. അതിനേക്കാളുപരി പ്രായമായിട്ട് പിന്നെ അവരെയൊക്കെ
വിദ്യാലയത്തിൽ നിയമങ്ങളൊക്കെ ഇവിടെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഈ കാര്യം ഗവൺമെന്റിന് മുമ്പാകെ ദൈവത്തെ കൊണ്ട് അത് പറയണം, നിങ്ങളെ രക്ഷിക്കണം. ഭരണസമിതികാരും ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്ത് തന്നതിൽ ഞങ്ങൾ എഴുതി കൊടുത്ത കാര്യങ്ങൾ ഒരു 3-4 ഇല്ലാതില്ല. അതായത് ഞാനിപ്പോൾ ഒരു അംഗൻവാടി വർക്കറാണ്. തലപ്പാടി എൻ്റെ നമ്പറാണ് ഇരിക്കുന്നത്. തലപ്പാടി 70 നമ്പർ അംഗൻവാടിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് 1.5 വർഷമായി. അവിടെ ഒരു വഴിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ട് സാധിച്ചില്ല. ഇപ്പം അവർ അപ്പുറത്തെ സ്ഥലക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വഴി വീതി കൂട്ടിത്തന്നു. അത് ഞാനിവിടെ വികസന സെമിനാറിൽ ഞാൻ എഴുതി കൊടുത്തു. ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് തരണമെന്നും അപ്പുറത്തെ ഇപ്പുറത്തെ സ്ഥലം ഏറെ ഇങ്ങനെ കിടക്കുന്ന കാരണം ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ പയറുപള്ളി കയറി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ കുടിവെള്ളത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഞാൻ ഇന്നലെ മിനിഞ്ഞാണ് 500 രൂപ കൊടുത്താണ് ഞാൻ വെള്ളം അടുപ്പിച്ചത്. എനിക്കേറെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ കടമൊക്കെ ആയിട്ട് ഞങ്ങൾ വീട് വിടാൻ നേരം പിള്ളേരെ അമ്മമാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നമുക്കൊത്തിരി കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. എൻ്റെ ഒരു സംഘടനകൾ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അംഗൻവാടിയുടെ മെയിൻ്റനൻസിന് എഴുതി കൊടുത്തു. അതൊന്നും ഈ റിപ്പോർട്ടിൽ ഇല്ല. അതൊരു 2-3 അംഗൻവാടികളെ എഴുതി കൊടുത്തു. അതായത് എനിക്ക് ഒരു അംഗൻവാടി കെട്ടിടമുണ്ട് സ്വന്തമായിട്ട്. അതിൻ്റെ മേളിലോട്ട് ഒരു ഇത് പണിയാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ 2-3 അംഗൻവാടിക്കാരുടെ കാര്യങ്ങൾ എടുക്കാതെ എഴുതി കൊടുക്കുന്നത് അതൊന്നുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പണ്ട് പ്രതിഭാസം 2 വർഷമായി പ്രതിഭാസം നടക്കുന്നില്ല. ഈ വർഷത്തെ വികസനത്തിനാണ് പ്രതിഭാസം 1,00,000 രൂപ ഭാഗവതിയായി കാണുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഈ പൊതുപരീക്ഷയിൽ വരുന്ന 4ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് 3-ാം ക്ലാസ്സിലെ 12ാം ക്ലാസ് ഒരു പ്രതികളുണ്ട്. ഈ പറഞ്ഞ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സ്ഥലങ്ങളെല്ലാം കാണിച്ച് വിശദീകരണം നൽകിക്കൊണ്ടുള്ള പരിപാടിയാണ്. അത് വീണ്ടും വെച്ച് സന്തോഷമുണ്ട്. ഈ പഞ്ചായത്ത് സമിതി ഞങ്ങളുടെ ആവശ്യമുള്ള സാഹചര്യം വേണ്ട സത്യമായ നടപടി സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആശംസകളോടെ നന്ദി. നമസ്കാരം. കൃത്യമായി ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് പോലും അതുകൊണ്ട് തന്നെയാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതെല്ലാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവർ അതിനകത്ത് ശ്രദ്ധിക്കണമെന്നുള്ള വിശ്വാസമാണ്. എന്തായാലും കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഈ ടീമിന്റെ അവസാനത്തെ വികസന സെമിനാറുകളാണ് നടത്തുന്നത്. ഇനി വരുന്നത് ഒരു പുതിയ ഈ വർഷം തന്നെ നിലവിൽ വരാറുള്ളത് ഒരു പുതിയ ഭരണസമിതിയാണ്. ആ ഭരണസമിതിയെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളൊക്കെ. അപ്പൊ അവരുടെക്ക് എന്താണ് ഈ പുതിയ പുതുപ്പള്ളിക്ക് വേണ്ടത് എന്നുള്ളത് ഒരു സങ്കല്പം പഞ്ചായത്തിന്റെ കമ്മിറ്റിക്കുണ്ടായി, അതിന്റെ കർമ്മസമിതിക്കുണ്ടായി. അതെല്ലാം ചർച്ചകളിലൂടെയെല്ലാം വന്ന് പല വിധേയത്തിലൂടെയും വന്ന് അതിന്റെ അവസാന സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയും ആ തരത്തിലുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ ഇതിന്റെ ഉദ്യോഗസ്ഥര് കുറച്ച് അംഗനവാടി പ്രവർത്തകര്, ആരോഗ്യ കുറച്ച് പ്രവർത്തകര്, കുടുംബശ്രീയുടെ പ്രവർത്തകര്, സ്ഥിരം സമിതി സ്ഥിരം നാടുവേദി എന്ന് പറയുന്നത് പോലെ സ്ഥിരം വരുന്ന ആളുകൾ മാത്രമായി ചുരുങ്ങുന്നിടത്താണ് നമ്മൾ എവിടെയൊക്കെയോ ചുരുങ്ങി പോകുന്നു എന്ന് പിന്നെയും തോന്നുന്നത്. നമുക്ക് ഈ അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതുകൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയിരുത്തലൂടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഞാനൊരു മലയോര പ്രദേശമാണ് എൻ്റെ ഭാഗത്ത്. പക്ഷെ എൻ്റെ മലയോര പ്രദേശമായ എൻ്റെ വാർഡിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വേദനയോടുകൂടി എൻ്റെ സുഖപ്പെടുത്തുന്ന ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഈ ദുരന്തം എല്ലാ പ്രാവശ്യവും എല്ലാ വർഷങ്ങളിലും അനുഭവിക്കുന്നു. ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ വെള്ളം കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് അപ്പുറത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിലേക്ക് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ പുറകെ നിൽക്കാൻ നമുക്ക് പറ്റുമോ, നമുക്കതിന് പിന്തുണച്ചുണ്ടാകാൻ പറ്റുമോ, പറ്റാത്തതിന്റെ ഈ സാങ്കേതിക പ്രശ്നങ്ങളെ
കരിമീനുകൾ 11 കരിമീൻ, ഒരു കരിമീൻ കൂടെ പോലും വെള്ളം വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? അപ്പുറത്ത് നടക്കുന്ന പാടശേഖരങ്ങൾ ചെയ്ത പണിയിനടിച്ച് അവിടെ വെള്ളം മണ്ണടിച്ച് പൊക്കി. ആ പൊക്കിയിട്ട് അവിടെ വെള്ളം തള്ളി പോകുന്നില്ല. അങ്ങനെ പൊക്കോണ്ടിരുന്ന സൂക്ഷ്മമായി വെള്ളം തള്ളി പൊക്കൊണ്ടിരുന്ന ഒരു പ്രദേശം മണ്ണടിച്ച് പൊക്കിയിട്ടുണ്ട്. ആ പൊക്കിയതിന്റെ ഭാഗമായിട്ടോ ഈ വെള്ളം തിരിച്ചു കയറുകയാണ്. പാവങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു കയറുക. അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരവസ്ഥയായി. ജെയിംസ്കുട്ടി പറഞ്ഞതുപോലെ ജെയിംസ്കുട്ടിക്ക് 2ാം നിലയിലേക്ക് കൊണ്ടുകൊണ്ട് ഞാനൊരു പ്രാവശ്യം പോയി അമ്മയമ്മയിലേക്ക് വലിച്ച് എന്തൊരു കഷ്ടത്തിലാണ് അവർക്ക് ജീവിക്കുന്നത്. മലയോര പ്രദേശമായ എന്റെ നാട്ടിൽ പോലും ഈ അവസ്ഥ ഉണ്ടെങ്കിൽ തുരുത്ത് ഉൾപ്പെടെയുള്ള 13 ഉൾപ്പെടെയുള്ള പ്രദേശത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതവും ചെറുതായിട്ടൊന്നും കാണണ്ട. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കമ്മിറ്റി തീരുമാനമായിട്ട് ഇറിഗേഷനായി എന്റെ ഒരു വഴി ഇടിഞ്ഞ് താഴെ ഒരു 10 അടി താഴ്ചയിലേക്ക് ഒരു തോട്ടിലേക്ക് പോയിട്ട് 3 വർഷം മുമ്പ് ഇറിഗേഷന് പഞ്ചായത്തുമാരുടെ റെസല്യൂഷൻ പാസ്സാക്കി കൊടുത്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇറിഗേഷനും ഒന്നും ചെയ്യില്ല. പിന്നെ എങ്ങനെയോ ഏതോ ഒരു ഭാഗ്യത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു 11 ലക്ഷം നമുക്ക് പിന്നെ റിട്ടേൺ വന്നപ്പോൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് ഒരു 7.5 ലക്ഷം രൂപ മുടക്കി അതിന് പ്രോജക്റ്റ് ആക്കി അതിപ്പോ ചെയ്യാൻ പറ്റും. ഒരു പണിയില്ല. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ചക്രവർത്തിപ്പടി നാഗത്തോട് മീനടം പഞ്ചായത്തിനെ പുതുപ്പള്ളി പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന റോഡില്ലാതായിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോ നോക്കി നിന്ന് കാണാനേ പറ്റുള്ളൂ. അത് നമുക്ക് ഈ പഞ്ചായത്ത് ഞാൻ വിലപ്പെടുത്തൽ ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം നാട്ടിൽ നിന്ന് കഴിയുമ്പോൾ ഒന്നും നടക്കുകയില്ല. ഒന്നും നടക്കുകയില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ പുറകിലേക്ക് പോവുക, ചുരുങ്ങി പോവുക, പലപ്പോഴും മരച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ സാമ്പത്തിക പ്രശ്നമുള്ള ഒരു പഞ്ചായത്താണ്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഒരു മെമ്പർ എന്റെ പ്രസംഗങ്ങളോട് പറഞ്ഞു അത് കൃത്യമായി ചെയ്യുന്നില്ല, സാമ്പത്തികം ഉപയോഗിക്കുന്നില്ല. സാമ്പത്തികം എവിടെ ഉപയോഗിക്കണ്ടേ? കേരള സർക്കാരിനെ ഞെരുക്കുമ്പോൾ അത് ഞെരുങ്ങുമ്പോൾ ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആരൊക്കെയുണ്ട് ഞെരുക്കുന്നത്? സാധാരണ അതിന്റെ ഭാഗമായിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കില്ലേ? അങ്ങനെ പലപ്പോഴത്തെ ഒരു രാഷ്ട്രീയം കൂടെ അതിനകത്ത് വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ അനുഭവിക്കുക അല്ലേ? ഇതിനു മുമ്പിലായ പ്രശ്നങ്ങളൊന്നും എങ്ങനെ ഈ സർക്കാരിനെ ഉപദ്രവിക്കാം? ആ ഉപദ്രവത്തിലൂടെ നിങ്ങൾ കാണേണ്ട ഒരു വലിയ കാര്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പഞ്ചായത്ത് ചേരുമ്പോൾ സാധാരണ ജനങ്ങളുമാണ് നേരിടുന്നത്. അവരുടെ ജീവിതത്തെയാണ്, അവരുടെ വികസനത്തെയാണ്, അവരുടെ മനസ്സിനെയാണ്, അവരുടെ എല്ലാവിധത്തിലുള്ള സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ജനങ്ങൾ ബാധ്യതപ്പെട്ടവരായി അവർ മാറുന്നു എന്നുള്ളതാണ്. അതുകൂടെ മനസ്സിലാക്കാൻ നമ്മൾ പോകണം. എനിക്ക് പറയാനുള്ളത് വികസനപരമായ കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലും ആ തരത്തിലുള്ള തീരുമാനങ്ങളും നല്ല നിലയിലുള്ള നിലപാടുകളും നമുക്കുണ്ടാവേണ്ടതുണ്ട്. വികസനം എന്ന് പറയുന്നത് ഇന്നലെ ആരംഭിച്ച് ഇതിലൂടെ വളർന്ന് നാളുകളിലേക്കുള്ള പ്രയാണമാണ്. ആ പ്രയാണത്തിൽ അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടതില്ല, അതിനകത്ത് മതം കാണേണ്ടതില്ല. നമുക്ക് വേണ്ടത് വികസനത്തിന് വേണ്ടത് പണമാണെങ്കിൽ ആ പണം ലഭിക്കാൻ ആവശ്യമായ ഏജൻസികൾ അത് തരാൻ തയ്യാറാവുന്നില്ലെങ്കിലും ഇങ്ങനെ വികസന സംവിധാനങ്ങൾ ആണ് തുറന്നുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് വരും. എന്നാലും പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പഞ്ചായത്താണെന്നുള്ള കാര്യത്തിൽ ഈ 4 വർഷത്തിലധികമായി ഇരിക്കുന്ന ഒരു മെമ്പറെന്നുള്ള നിലയിൽ അഭിമാനമുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് നമുക്ക് സ്വയം കുറച്ച് കാര്യങ്ങൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. ജെയിംസ്കുട്ടി പറഞ്ഞത് തന്നെ എന്റെ ഭാഗമാണ്. ഞാൻ അതിന് തയ്യാറാണ്. നമുക്ക് ആ ചുറ്റുപാടുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട. പഞ്ചായത്തിന് ഒരു പരിമിതമായ ഫണ്ടേ കിട്ടുള്ളൂ. ബാക്കിയുള്ളവരോട് വിളിച്ചിട്ടുണ്ട. അവിടെ മണൽ മാറണം, കേസ് വന്നോട്ടെ, ഞാൻ കൂടെ വന്നോളാം, അത് പോയി കിടന്നോളാം. മണൽ മാറി ഇതിനാണ് കൂട്ടണം. തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. കൈക്കൊള്ളുകളെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വലിയ തോടാണ്. വെന്നിമലയിൽ ആരംഭിച്ച് പുതുപ്പള്ളി കൊടുങ്ങാറ്റിൽ അവസാനിക്കുന്ന തോടാണ്. ആ തോടെന്ന് പറഞ്ഞാൽ പല വാർഡുകളിലൂടെ കടന്നു വരുന്നുണ്ട്. 5-ാം വാർഡ്, 4-ാം വാർഡിൽ തുടങ്ങി 5-ാം വാർഡ്, 6-ാം വാർഡ്,
എനിക്ക് 40 കോടിയെ നഷ്ടപ്പെട്ട പട്ടിയുടെ കാര്യത്തിൽ ഒരു കുട്ടിക്കുണ്ട്. എന്റെ കൂടിന്റെ അടിയിൽ നിന്ന് കാല പിടിച്ച് വലിച്ച് കടിച്ച് കീറി കൊണ്ടുപോകുന്നു ഈ പട്ടികളുടെ കൂട്ടം. എന്റെ വാർഡിലൊരു പട്ടിക്കൂട്ടം വേറെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അനധികൃതമായി നടത്തുന്നു. അതിനെതിരെ പല പ്രമേയങ്ങൾ വന്നു, പഞ്ചായത്തിന് വേണ്ടി പല പരാതികൾ വന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പോലീസിലേക്ക് പോലീസ് വരുന്നതല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരോട് പറയും ഇങ്ങനെ പ്രവർത്തനത് ലൈസൻസ് കിട്ടണമെന്ന് പറയാം. ലൈസൻസ് കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. മറിയാമ്മ ചേച്ചിയുടെ എന്റെ പാടെ അനാഥമാസങ്ങളുടെ മറിയാമ്മ ചേച്ചിയുടെ അയൽവാസി. പക്ഷെ അവിടെ നടക്കുന്നത് എന്താ? ഈ അനധികൃതമായി ഈ പട്ടികളെ വളർത്തുകയും അവിടുന്ന് വരുന്നതിനെ എല്ലാം കൊണ്ടുവരിക. ഒരു 10-40 പട്ടികളെങ്കിലും എന്നിട്ട് തന്നെ പഴയ അഴിച്ചു വിടുക. പട്ടിയെ കൊടുക്കുന്നവരെയും നല്ല കാശ് കഴിക്കുക. ഇതൊരു ബിസിനസ്സായി കഴിക്കുക. പോകുന്ന വഴിക്ക് ഈ പട്ടികൾ വിശന്നിട്ട് അയൽവാസികളുടെ അടുക്കള വരെ തിന്നുന്ന സ്ഥിതി. ഒരാളൊരു കുടി നനച്ചിടാൻ മേല, ചെരുപ്പ് പോത്തിടാൻ മേല, വീണ്ടും പോത്തിടാൻ മേല. വളരെ വലിയ ശോചനീയമായ ഒരവസ്ഥ. പക്ഷെ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ പ്രാദേശിക സർക്കാരാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത്? അപ്പൊ അത്തരം വലിയ കാര്യങ്ങൾ ഒക്കെ വലിയ കാര്യങ്ങളാണ്. ഒരാളെ സംബന്ധിച്ച്, ഒരു കുട്ടികളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഒരു വലിയ കർഷകയാണ്. ചില വർഷങ്ങളായിട്ട് അവർ 80 കോഴിയെ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളാണ്. ഒരു ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗങ്ങളെ പോലും കളയുകയും തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനമായിട്ട് അതിനെ കാണാൻ പറ്റും. ചിലർക്ക് തൊടാൻ പറ്റും. കഴിഞ്ഞ ദിവസം കടുവ വെടിവെക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടപ്പോഴത്തേക്ക് ഒരു എന്തൊരു ഗാന്ധി അവര് പറഞ്ഞതല്ല കേരള സർക്കാർ ചെയ്തിരിക്കുന്ന സ്ഥിതിയല്ല, നിയമ നടപടി സർക്കാരിന് സ്വീകരിച്ചോണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു കമ്മിറ്റിയിൽ നേരത്തെ ഒരു കത്ത് വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ദൂരമുള്ള പന്നികളുടെ വംശവർദ്ധന എന്റെ വാർഡിൽ, 4-ാം വാർഡിൽ, മറ്റ് പല വാർഡുകളിലും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളകൾ കൂടെ കുത്തി നശിപ്പിക്കും. 1-2 വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വംശവർദ്ധനമാണ്. അവരുടെ താവളങ്ങളുണ്ടാക്കി ആ പ്രദേശത്തിന്റെ അവരുടെ അധീനതയിലാക്കി കപ്പ കൂടെ നിൽക്കുന്നു, വാഴ മുഴുവൻ കുത്തി പൊളിച്ച് കളയുന്നു. കർഷകർ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രശ്നമുള്ള പദ്ധതികളുണ്ട്. അപ്പൊ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാക്കിയിരിക്കുക. പദ്ധതിയിൽ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിഭവങ്ങൾ ഇനി സമാഹരിക്കാനുള്ളതാണ്. നമുക്ക് ഇതിന്റെ വിഭവങ്ങളുടെ നമുക്ക് സമ്പത്തുണ്ടാവണം. സാമ്പത്തികമായി നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ മറ്റ് പരിമിതികളെ നമുക്ക് പറയും. നമ്മളെ എതിരേൽക്കുന്ന, നമ്മളെ തടയിടുന്ന, നമുക്കെതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ വളർന്നു വരണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ വേണം? വിഭവങ്ങൾ ഉണ്ടാവണം. നമുക്ക് അതിനുള്ള ആവശ്യമായ സമ്പത്ത് സമാധാനിക്കണം. ആ സമ്പത്ത് ഉപയോഗിച്ച് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പണമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്ത് അഭിവൃദ്ധിക്കും പിന്നെയും മെച്ചപ്പെട്ട പഞ്ചായത്താണ് പഞ്ചായത്ത്. സ്വന്തമായി ഫണ്ടുകളില്ലാത്ത എത്രയോ പഞ്ചായത്തുകളുണ്ട്. സമീപ പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളൊക്കെ വരുമാനം വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ കാര്യത്തിലും തികയുന്നുണ്ടോ? ഇല്ലല്ലോ. മറ്റ് നമ്മുടെ കേരള സർക്കാരിനെ പിടിച്ചിരിക്കുന്നത് കേന്ദ്രം നൽകിയപ്പോൾ എങ്ങനെയാണ്? വിഭവ സമാഹരണവും അതിനാവശ്യമായ സൗകര്യങ്ങളും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രദ്ധാപരമായ നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ നമുക്ക് ഇനി സ്വീകരിക്കണം. നമ്മളെ എവിടുന്ന് ഞെരുക്കുന്നു ആ ഞെരുക്കലിനെ തടയിടാനും ആ ഞെരുക്കലിനെതിരെ പോരാടാനുമുള്ള ഒരു സമാധാനം ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ട് നമ്മുടെ നാട്ടുകാർ അടയ്ക്കുന്ന ടാക്സ് കൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് ഇതിന്റെ ശമ്പളം കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ദൈനംദിന ചെലവുകൾ നടന്നു പോകുന്നത്, രാത്രിയിലൂടെ വെള്ളത്തിന് പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ വൈദ്യുതി, നമ്മുടെ ഹോസ്റ്റലുകളിലെ ബൾബിടുന്നതിന് അല്ലെങ്കിൽ അതിന് ചെലവാകുന്ന പൈസയും, അതുപോലെ തന്നെ കറണ്ട് ചാർജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈനംദിനമായി പഞ്ചായത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിഭവങ്ങൾ സഹായിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ എല്ലാവരുടെയും വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊടുക്കുന്നത് തന്നെ ബാക്കി എല്ലാവരെയും കൂടെ നിർത്തി നമ്മുടെ
ഇപ്പോൾ ഇതെല്ലാം പൈസ വകയിരുത്തി. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല കുടുംബശ്രീ സംവിധാനം. നമ്മൾ മുന്നോട്ട് വരണ്ടേ? കുടുംബശ്രീ സംവിധാനത്തെ നമുക്ക് വീണ്ടും പൊളിച്ചെടുത്ത് വരും. ഇവർക്ക് ഇപ്പൊ പലയിടത്തും കാണുന്ന ഒരു പ്രവണത ലോണും ലിങ്കേജിലോടും എടുത്തിട്ട് വീട് കൊടുക്കും. അതെല്ലാം സംരംഭങ്ങളിലേക്ക് വരികയും ആ സംരംഭത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെ അത് അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ കുടുംബശ്രീ സംവിധാനം ലോൺ എടുത്ത ആളുടെ വീട്ടിലെ ആംഗളമാരോ ഭർത്താവോ അച്ഛനോ ഒക്കെ കിട്ടുന്ന സാഹചര്യം നമുക്ക് കിട്ടുന്ന സാഹചര്യത്തെ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് വലിയൊരു വളരെ വലിയൊരു കാര്യമാണ്. ആ തരത്തിൽ കുടുംബശ്രീ സംവിധാനത്തെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർ ഫയലുകളിൽ തന്നെ ഇരിക്കണം. വയലുകളിൽ ഒരു കൃഷി ഉദ്യോഗസ്ഥൻ ഇരിക്കുമ്പോഴാണ് ആ പ്രദേശത്തെ ഫലഭൂയിഷ്ഠമാക്കാൻ പറ്റുന്ന കൃഷികൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ സന്ദർഭത്തിൽ സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ വിഷയാഭ്യാസം പറഞ്ഞത് എല്ലാവരും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം. നമ്മൾ കൃഷി പഠിപ്പിക്കണം, കൃഷി രീതികൾ പഠിപ്പിക്കണം. ഞാനോ കൃഷി രീതിയിലേക്ക് വരണം, നമുക്ക് മറ്റൊരു പുതിയ കൃഷി രീതികളിലേക്ക് വരണം. കാലാവസ്ഥ അനുസരിച്ചുള്ള കൃഷി രീതിയാണ് നമുക്ക് മണ്ണുണ്ടായിരുന്നത്. ആ കാലം പോയി. എപ്പോഴാണ് 1.25 മണിക്കൂർ നീളുന്ന ഒരു മഴ വന്നിട്ട് എന്റെ വെള്ളം മുഴുവൻ കളഞ്ഞതുപോലെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായ ഒരു വിലയിരുത്തലും ശാസ്ത്രീയമായ വീക്ഷണവും ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. പഞ്ചായത്ത് ഇവിടെ വികസന രേഖ നിങ്ങളുടെ മുന്നിലേക്ക് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിലെ വികസന രേഖ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള പിന്തുണയും അതിനുണ്ടാകണമെന്നും നിങ്ങളെ കൂടുതൽ വിലയിരുത്തലോട് കൂടി തന്നെ ഈ വികസന രേഖ അംഗീകരിക്കണമെന്ന അഭിപ്രായത്തോടുകൂടി തന്നെ ഒരു കാര്യമാണ് പറയുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് വാട്ടർ റോക്കിന്റെ പൈപ്പ് 37 പ്രാവശ്യം നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. 37 പ്രാവശ്യം ഒരെണ്ണിട്ട് ഒരു സ്ഥലത്ത് 17 പ്രാവശ്യം ഒരേ സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം കണക്കടിക്കാൻ കാരണം 1967, 68, 69, 70 പുതുപ്പള്ളി മന്ത്രിസഭയെ കമ്മീഷൻ ചെയ്തു. അന്ന് ഇത് ഫിറ്റ് ചെയ്ത ഒരു ഏരിയ കൊണ്ടുവന്നില്ല. അത് വാർത്താപത്രയോട് പറയട്ടെ, അവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു. അത് ഉൾപ്പെടെ പഞ്ചായത്തിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് റിപ്പയർ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 13 പ്രാവശ്യം ഒരു സ്ഥലത്ത് റിപ്പയർ ചെയ്തത് കാര്യം കാണാം. നിലയ്ക്കപ്പണി സ്റ്റാൻഡ് വരെ അങ്ങനെ പല ദിവസത്തിൽ 37 സ്ഥലത്ത് അവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഞാനിവിടെ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ഈ കുട്ടിയിലുള്ളത്. കാലാകാലമായിട്ട് 6 വർഷമായി ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 30-നടുത്ത് ജീവനക്കാരെ പ്രവർത്തിക്കുന്ന 6 മണിക്കൂറുടെയും പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് എന്ത് തീരുമാനങ്ങൾ ഇടയ്ക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. ഡോക്ടറൊക്കെ ഇരിക്കുന്നവർക്ക് നമുക്ക് വളരെ കഷ്ടം തോന്നുന്നു. കാരണം അവിടെ അതുപോലെ കൺജസ്റ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതുകൊണ്ട് അതിനൊരു ഈ ഒരു പഠനത്തിൽ മാറുന്നതിന് ഒരു നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ആശുപത്രിക്ക് സ്കൂളിൽ വേണ്ടി ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന സർക്കാരാണുള്ളത്. തീർച്ചയായിട്ടും തലം ഏതെങ്കിലും രീതിയിൽ എല്ലാവരും രാഷ്ട്രീയമായിട്ട് വ്യത്യാസമൊന്നുമല്ല, അസുഖമായ എല്ലാവർക്കും അവിടെ വരാത്ത ഏറ്റവും കൂടുതൽ ടൗൺ പ്രവർത്തന ആശുപത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലം ഏറ്റെടുത്തിരിക്കാൻ വലിയ താമസമോ അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാവരുടെയും സഹായത്തോടെ നല്ലൊരു ആശുപത്രി പുതുപ്പള്ളിയുടെ അഭിമാനത്തോടും പ്രവർത്തിക്കപ്പെട്ട ആശുപത്രി ഉണ്ടാകും. ഈ പ്രതിസന്ധി അറിയുന്നുണ്ട്. ഞാൻ ഒത്തിരി പ്രതീക്ഷയുണ്ട്. ഒരു നിർണായകമായ തീരുമാനം എടുക്കുന്നത് അതിലൊരു എല്ലാ സഹായവും ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കുടുംബശ്രീ ശരിക്കും പറഞ്ഞാൽ സംരംഭം മാത്രമല്ല, കാർഷിക മേഖലയിൽ എല്ലാ കുടുംബശ്രീക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ എന്തെങ്കിലും കുടുംബശ്രീ വഴി നമ്മുടെ പഞ്ചായത്ത് വഴി ചെയ്യാനുള്ള എന്തെങ്കിലും സഹായം ചെയ്യുന്ന
സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് വയോജനത്തിലുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കുടുംബശ്രീ വഴി കൊടുക്കാമെങ്കിൽ ഒരു വയോജനത്തിന് കൊടുക്കുന്ന ബോട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ ഒരു കൊണ്ടുവയ്ക്കണോ പറ്റണമെന്ന് എനിക്ക് പറയാൻ പറഞ്ഞു നിർത്തുന്നു. സംശയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിശ്വസിക്കുന്നു. നമുക്കൊരു ഒരു 20 മിനിറ്റ് നമുക്ക് സാധിക്കും. അതിൽ നമുക്കൊരു ദുരിതമായിട്ടാണ് ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ട്. ഒരു 15 അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും സ്ഥലമാകാൻ നമ്മുടെ ജയിലിന്റെ ചർച്ച ചെയ്യുമ്പോൾ കോഴിക്കോട് പഠിച്ച് വയസ്സായ പലർക്കും കോഴിക്കൂടെ പശുക്കൂടെ കിണറ് വേസ്റ്റ് വെള്ളം എല്ലാം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്ത് ആ എഞ്ചിനീയർ അന്നേരം അവധി എടുത്ത് പോയി രാജിവെച്ച് കേസായി കിടപ്പാണ്. അതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്ത് 20 രൂപ കിട്ടുന്നത് പഞ്ചായത്തല്ല കേസ് കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് പട്ടിയുടെ കാര്യം പറഞ്ഞു. പട്ടികളെ വഴിയാ പോകുന്ന പട്ടികളെ പിടിച്ച് കയറി എവിടെ കൊണ്ടുവയ്ക്കണം, എവിടെ കലക്ടർ ഓർഡർ പട്ടിയെ പിടിച്ചു ഒരു പട്ടിക്കൂടുണ്ടാക്കി ഏതെങ്കിലും വാർഡിൽ ഏതെങ്കിലും വഴിയിലെ പട്ടിക്കൂടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പട്ടി പെരുവഴിയെ നടക്കുന്നത്. മനുഷ്യനെ കൊല്ലാൻ പട്ടിയെ കൊല്ലാൻ വരാത്ത കാലഘട്ടത്തിലേക്ക് വന്നത്. അതിന് എങ്ങനെ പട്ടിയെ കൊല്ലും? അത് പട്ടിയെ ആണ്. പക്ഷെ പട്ടിയെ കൊല്ലാനുള്ള ഓർഡർ നമുക്കില്ല. അതുകൊണ്ട് ചെയ്യാൻ ഒക്കത്തില്ല. പട്ടിയെ പിടിച്ചു വെട്ടിക്കൊണ്ട് ഇടാനുള്ള സൗകര്യമില്ല. ഇത് രണ്ടുമാണ് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ്. രണ്ടാമത് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ ബ്ലോക്കിൽ ചെന്നപ്പോൾ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. ഏറ്റവും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വേസ്റ്റ് വലിച്ചെടുത്ത് അത്രയാണ്. രണ്ടാമത് ഞാനിത് പറഞ്ഞു എത്രയും വേഗം മണ്ണ് നീങ്ങിയില്ലെങ്കിൽ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇന്നലെ കാലത്ത് ബ്ലോക്കിലെ മീറ്റിംഗ് ഏത് മീറ്റിംഗ് എല്ലാവരും പുതുപ്പള്ളി പഞ്ചായത്തിലെ മെമ്പർ വന്നെന്നല്ല ഇംഗ്ലീഷിൽ അവിടെ നമുക്ക് അതിന് ഓർഡർ കിട്ടാത്ത പിന്നെ 10,000 രൂപ കൊടുക്കും വ്യക്തികൾക്ക് വന്ന് നമുക്ക് ചെയ്യണം. അത് പഞ്ചായത്തിന് ആരുടെ അനുവാദമില്ലാതെ ആളെ കൂട്ടാൻ എല്ലാം ചെയ്യും. അല്ലാതെ ചെയ്യാൻ എനിക്ക് അതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ ജനിച്ചു വന്നിട്ടില്ല. എനിക്കറിയപ്പെടും ഈ ചാലപ്പടിക്കല്ല അവിടെ ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് ആരും വിശ്വസിക്കില്ല. ഒരു 8 മണിയായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് അവിടെ വെള്ളം വന്നു. എനിക്ക് വന്നു ഞാൻ എൻ്റെ മകനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ആ പാലം മുഴുവൻ നഗരം വെള്ളം വന്നു. ഓർക്കാപ്പുറം ഇത്രയും നാളുണ്ടായ സംഭവമാണ്. അത് ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ മണ്ണ് കിടക്കുന്നതുകൊണ്ട് നടക്കും. അതിന് കഴിഞ്ഞ വർഷം 10ാം വാർഡിൽ ഇതുപോലെ പെട്ടെന്ന് വെള്ളപ്പൊക്കം നമ്മൾ കഴിഞ്ഞത് ഒരിക്കലും ഉണ്ടാകുന്നുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മണ്ണ് മണ്ണിൽ കിട്ടിയില്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാനുണ്ട്. അതിൻ്റെ പ്രവർത്തനം ചെയ്യും. സെമിനാറിൻ്റെ അവസാന ഘട്ടത്തിൽ മോക്ക് ഡ്രില്ലിനെ പറ്റിയ ഒരു ക്ലാസ്സാണ്. നമ്മുടെ നാടിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ദുരന്ത നിവാരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, അങ്ങനെ മലയിടിച്ചിൽ, അതുപോലെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്നൊരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി നമുക്കൊരു പരിശീലനങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയുള്ളൊരു ക്ലാസ്സാണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ സ്ഥലങ്ങളിൽ ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെപ്പറ്റി വിശദമായിട്ട് ഇവരിവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്കം പെട്ടെന്നൊരു 2 മഴ പെയ്തപ്പോഴത്തേനും നമ്മുടെ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ആ സമയത്തൊക്കെ പെട്ടെന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഫയർഫോഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ നമ്മളെ വീടുകളിൽ നിന്ന് ബോട്ടിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന കാഴ്ചകളാണ്. അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഇതിന് പരിശീലനങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.